ശരി, അതായത് കഴിഞ്ഞ തവണത്തെ 43 എന്നുള്ളതിൽ നിന്ന് നില മെച്ചപ്പെടുത്തുവാൻ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് കഴിഞ്ഞാൽ അവിടെ വിലപേശൽ തന്ത്രം പയറ്റുവാനുള്ള സാധ്യത കൂടുകയാണ്. പക്ഷേ നിതീഷ് കുമാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന കാര്യത്തിലൊരു സംശയം, യാതൊരു തർക്കമില്ല, അതിന് യാതൊരു തർക്കമില്ല. പക്ഷേ ഞാൻ ഇവിടെ ചിലർ വിലയിരുത്തിയതുപോലെ ഇതോടെ BJP JDU സഖ്യം തകരുമെന്നൊക്കെ പറയുന്നത് മിഥ്യയാണ്. കാരണം കേന്ദ്ര ഭരണം നിൽക്കുന്ന ഒരു മുന്നണിയാണ്. അവർക്ക് ആ രാഷ്ട്രീയം എങ്ങനെ കളിക്കണമെന്ന് നന്നായിട്ടറിയാം. ഭരണത്തിൽ ഭൂരിപക്ഷം ഇല്ലാതെ വന്നപ്പോൾ തന്നെ ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പാക്കേജ് കൊടുത്താണ് NDA മുന്നോട്ട് പോയത്. അപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നവർക്കുണ്ടാകുന്ന മാനിപ്പുലേറ്റീവ് കപ്പാസിറ്റി ഒരിക്കലും പ്രതിപക്ഷത്തിന് കഴിയില്ല. അതുകൊണ്ട് സ്വയം ആത്മഹത്യക്ക് ചെയ്യാനായിട്ട് NDA പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നിതീഷ് കുമാറും ചെയ്യില്ല, BJPയും ചെയ്യില്ല. പക്ഷേ തീർച്ചയായിട്ടും നിതീഷ് കുമാർ തന്നെയാണ് ഈ വിജയത്തിൻ്റെ ശില്പി. അതിനുള്ള പൂർണ്ണമായ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. പിന്നെ ഒരു പ്രാദേശിക കക്ഷി എന്നുള്ള നിലയിൽ JDUവിന് ഭാവിയുണ്ട് എന്നും തെളിയിക്കുന്നു. മാത്രമല്ല, കൂടുതൽ പാക്കേജ് ബീഹാറിന് കൊണ്ടുവരുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് കൂടുതൽ സീറ്റ് കൊടുക്കുന്നത്, BJPക്ക് കുറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് പൊളിറ്റിക്കൽ ഇക്വേഷൻ ഒരുവിധം നന്നായിട്ട് പോകുമെന്നാണ്. അല്ല ഇതുകൊണ്ട് ദേശീയ രാഷ്ട്രീയം മാറുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതുമാത്രമല്ല, നിതീഷിനെ ഭയപ്പെടുത്തുന്ന ഒരു പ്രധാന കാര്യം, നിതീഷ് എന്തെങ്കിലും ഒരു ക്രമവിരുദ്ധമായിട്ട് ഈ മുന്നണിയിൽ നിന്ന് മാറുന്ന വിധത്തിൽ ചെയ്താൽ JDU പാർലമെൻറ്റിലും അസംബ്ലിയിലും രണ്ടായി പിളരും. അതിലൊരു വിഭാഗം BJPയുടെ കൂടെ നിൽക്കുകയും മറ്റൊരു വാല്യം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനില്ല. കാരണം വെച്ചാൽ ഇപ്പം BJP തീർച്ചയായിട്ടും അതൊരു തോൽവിയുടെ ഒരു സാഹചര്യത്തിൽ മാത്രമേ അത് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പക്ഷെ താങ്കൾ പറയുന്നത് ജയിച്ചാലാണ് ഇത് സങ്കീർണമായി മാറുന്നത് എന്നാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. അതായത് 2-3 ഘടകങ്ങളുണ്ട് മഞ്ജുഷ ഇതിനകത്ത്. അതായത് ഒന്ന്, നേരത്തെ ഈ പറഞ്ഞ അധികാരത്തിന്റെ കേന്ദ്രങ്ങളിൽ അടക്കം പറഞ്ഞു വരുന്ന ചില സംഗതികളുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് മുന്നോട്ട് വെച്ചിരുന്ന ഒരു സാധനം, ബീഹാർ എന്തുകൊണ്ട് വളരെ നിർണായകമാകുന്നു എന്നുള്ള ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ നിർണായകമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് അവിടെ മഹാഗഡ്ബന്ധൻ വിജയിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിതീഷ് കുമാറിനെ ചന്ദ്രബാബു നായിഡുവിനെ അടർത്തിയെടുത്തു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിസഭ താഴെ വീഴും നിലവിലെ സാഹചര്യത്തില്. അപ്പം നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡുവും മാറിക്കഴിഞ്ഞാൽ നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി ആയിക്കൊണ്ട്, അതായത് ബീഹാറിലെ ലക്ഷം മാറി നിതീഷ് കുമാറിന്റെ സ്ഥാനം പോയി. അപ്പം നിതീഷ് കുമാർ തൽക്കാലം സ്ഥാനമില്ല. അപ്പം നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി ആയിക്കൊണ്ട് ഒരു വലിയ അവിയൽ മുന്നണിയുടെ രൂപീകരണത്തിലുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇതിനകത്ത് സാധ്യതകൾ നമ്മൾ നോക്കുന്ന 1-2 ഘടകങ്ങളിലാണ്. ഒന്നെന്ന് പറയുന്നത്, ഈ നിലവില് ശിവസേന 2 പിളർന്നിട്ടുണ്ട് മഹാരാഷ്ട്രയില്, NCP 2 പിളർന്നിട്ടുണ്ട് മഹാരാഷ്ട്രയില്. ഇത് രണ്ടും കൂടെ ഏതാണ്ട് ഒരു 13 സീറ്റുകളുണ്ട് പാർലമെന്റിലേക്ക്. അപ്പൊ ഈ 13 സീറ്റുകൾ, ഇതിനകത്ത് ഏകനാഥ് ഷിൻഡെയും അജിത് പവാറിനെയും പിടിച്ചു നിർത്തുന്നത് EDയുടെ ഒരു എന്താ പറയുന്ന കരുത്താണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർക്കെതിരെ എടുക്കാൻ സാധ്യതയുള്ള, എടുക്കാൻ പോകുന്ന കേസുകളുടെ ഒരു ബലമാണ് ഈ പിളർപ്പിനെ ഇപ്പോൾ സജീവമാക്കി നിലനിർത്തുന്നത്. അപ്പം കേന്ദ്രത്തിന് മന്ത്രിസഭ മറിയും എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും പാർട്ടികൾ മാത്രമല്ല മാറുന്നത്, മറിച്ച് ഈ പറഞ്ഞ ശിവസേനകൾ ലയിക്കാനും NCPകൾ ലയിക്കാനും ഒരു വലിയ സാധ്യതയുണ്ട്. അങ്ങനെ വന്ന് വരികയാണെങ്കിൽ മഹാരാഷ്ട്രയിലെയും ഭരണം മാറും, ബീഹാറിലെയും ഭരണം മാറും, കേന്ദ്രത്തിലെയും ഭരണം ഒന്നിച്ചു മാറുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇതിനെ തടുക്കുന്നത് BJPയുടെ മണി പവർ മാത്രമാണ്. അതായത് പാർട്ടികളെ വിലയ്ക്ക് വാങ്ങാനും MPമാരെ വിലയ്ക്ക് വാങ്ങാനും അതുവഴി എൻറ്റയർ എന്താ പറയുന്നത് ഒരു പാർട്ടിയെ തന്നെ അപ്പാടെ വിലയ്ക്ക് വാങ്ങിക്കാനുമുള്ള BJPയുടെ മണി പവറാണ് ഇതിനകത്ത് നമ്മളൊരു ഡിറ്ററന്റ് ആയിട്ട് കാണേണ്ട ഒരു ഫാക്ടർ. അപ്പൊ ഇങ്ങനെ ഒരു സാധ്യതയാണ് ഇലക്ഷന് മുമ്പ്, അതായത് ബീഹാർ പരാജയപ്പെടുകയാണെങ്കിൽ, ബീഹാറിൽ NDA പരാജയപ്പെടുകയാണെങ്കിൽ നിലനിന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ സംസാരിക്കപ്പെട്ട ഒരു സാഹചര്യം ഇതാണ്. ഇനി 2, ഇപ്പൊ നമ്മൾ വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. NDA വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോഴും നിലവിലെ എക്സിറ്റ് പോളുകൾ ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ന്യൂസ് 18 തന്നെ ലോക്സഭാ എക്സിറ്റ് പോളുകൾ പറഞ്ഞത് 400-ൽ പരം സീറ്റുകളാണെന്ന് തോന്നുന്നു എനിക്ക്. അത് 390 അത്രയെന്നാണ് അന്ന് NDAക്ക് പ്രവചിച്ചത്. അതുകൊണ്ട് ഞാനിതിനെ ഒരു കാരണത്തിലും വിശ്വസിക്കുന്നില്ല. കാരണം 15 മുതൽ 20% വരെയുള്ള എറർ ഓഫ് ജഡ്ജ്മെന്റ് എന്തായാലും എക്സിറ്റ് പോളുകളിൽ വരാം. അത്രയും വന്നാൽ തന്നെ ഇവിടെ ഫലങ്ങൾ മാറി പറയും. അപ്പൊ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇത് ശരിയാണെന്ന് വിശ്വസിച്ചാൽ തന്നെ നിലവിൽ നിതീഷ് കുമാറിന് മൃഗീയ ഭൂരിപക്ഷമാണ് ഉണ്ടാവുന്നത്. നിതീഷ് കുമാർ വീണ്ടും കിങ് മേക്കർ ആവുന്ന ഒരു സാഹചര്യം. അതായത് ഏതെങ്കിലും RJDക്ക് നേരത്തെ കൊടുത്തതുപോലെ, നേരത്തെ പണ്ട് RJDക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുമ്പോൾ അന്ന് JDU ഒരു ജൂനിയർ പാർട്ടിയാണ്. ഇപ്പോ സീനിയർ പാർട്ടിയായിട്ട് ബീഹാറിലെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഓഫ് MLAമാരുടെ പിന്തുണയുള്ള ഒരു പാർട്ടിയായിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ജൂനിയർ പാർട്ടിയെ എടുക്കാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാധ്യത നിലവിൽ ഇപ്പോഴും ഉണ്ട്. അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ സീറ്റുകൾ 73-ൽ നിന്ന് 74-ൽ നിന്ന് 60-ആയിട്ടോ 55-ആയിട്ടോ കുറയുകയാണെങ്കിൽ അതിനർത്ഥം ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടു എന്നാണ്.
NDA വിജയിച്ചു എന്നുള്ള കാര്യം. പക്ഷെ BJP ആത്യന്തികമായിട്ട് സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെടുന്നത്. കാരണം BJPയുടെ ഒരു മോഡസ് ഓപ്പറാൻഡി അനുസരിച്ച് അവരുടെ ജൂനിയർ പാർട്ട്നേഴ്സിനെ കാലക്രമേണ ഒതുക്കി അവരെ ഇല്ലായ്മ ചെയ്യുന്നൊരു സമീപനമാണ് BJPയുടേത്. അതിൽ നിന്ന് വളരെ ഡിഫറന്റ് ആയിട്ട് നിതീഷ് കുമാർ ഇത്രയേറെ വോട്ടുകളും ഇത്രയേറെ സീറ്റുകളും വാങ്ങിച്ച് അതിശക്തമായൊരു തിരിച്ചുവരവ് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാറിൽ BJPയുടെ പരാജയം എന്ന് തന്നെയാണ്. അപ്പൊ അത് വളരെ വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. നമ്മളിനി എന്തെല്ലാം ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തിയാലും BJPയുടെ ഈ പറഞ്ഞ സോക്കോൾഡ് മണി പവറിൽ, അതായത് MP മാരെയും MLA മാരെയും പാർട്ടികളെയും വിലയ്ക്ക് വാങ്ങിക്കാനും പിളർത്താനുമുള്ള ആ മണി പവറിൽ നമ്മൾ എത്ര കണ്ട് വിശ്വസിച്ചാൽ പോലും വളരെ ശക്തമായ ഒരു എന്താ പറയുന്നത്, ഒരു ത്രെട്ട് ഈ വിജയം ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശരി, മൃഗീയമായ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. JDUവിന് 60-70 പറയുന്നത്, BJPക്ക് 55-65, 5 സീറ്റിന്റെ വ്യത്യാസമാണ്. ഇപ്പൊ ഇദ്ദേഹം എടുത്തിരിക്കുന്നത് അപ്പറിലെ 70-ഉം ലോവറിലെ 55-ഉം എടുത്തിരിക്കുന്നത്. അങ്ങനെ എടുത്താൽ എങ്ങനെ ശരിയാന്ന്? രണ്ടിന്റെയും അപ്പറും എടുക്കാം, രണ്ടിന്റെയും ലോവർ വല്ല എടുക്കണ്ടേ? അപ്പൊ 5 സീറ്റിന്റെ വ്യത്യാസമാണ് പറയുന്നത്. അല്ലല്ല, ഈ പറഞ്ഞതുപോലെ അവർ നമ്പർ 1 പാർട്ടി ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേണേൽ RJD അവരുടെ പാത്രമായിട്ട് ക്ഷണിക്കാമല്ലോ, പഴയതുപോലെ. അങ്ങനെ സ്വപ്നം കണ്ടാൽ ഒരുപാട് കാര്യങ്ങൾ. ബീഹാറിലൊന്നും പ്രവചിക്കാൻ പറ്റില്ല. BJPക്ക് RJD ക്ഷണിച്ചാൽ എന്താ കുഴപ്പം? അങ്ങനെയും നമ്മൾ ചിന്തിക്കാം, ഈ മഹാസ്വപ്നങ്ങൾ കാണുകയാണെങ്കിൽ. ശരി, ഞാൻ അതിലേക്ക് വരാം. അതിനുശേഷം ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മറ്റ് ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അത് സ്ത്രീ പുരുഷ വോട്ടർമാർ ഏത് രീതിയിലാണ് ചിന്തിച്ചിട്ടുള്ളത് തുടങ്ങിയ കണക്കുകളാണ്. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.